നമ്മൾ പഠിക്കുന്ന കാലം മുതൽ തന്നെ പൊതുപ്രവർത്തനം. അപ്പം ഇത് നമ്മളുടെ ഒരു എന്താ പറയുക, ഒരു ഹരമാണ്, ബ്ലഡിലുള്ളതാണ്. ഇപ്പം നമ്മളൊക്കെ പറയും, ഇപ്പൊ കന്നൂട്ടുകാർ, കാളബൂട്ടുകാർ, പോത്തുപൂട്ടുകാർ, അവരൊക്കെ ലക്ഷക്കണക്കിന് രൂപയാണ് ഇതിനായിട്ട് ഇങ്ങനെ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനൊക്കെ അവരോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ഇത്രയും പൈസ, ഇത്ര അധ്വാനം, നിങ്ങളുടെ ടൈം, ഇതൊക്കെ വേറെ വല്ല കാര്യത്തിനും ചെലവഴിച്ചുകൂടെ? അപ്പൊ അവര് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടുന്ന മാനസിക സംതൃപ്തി ലോകത്ത് മറ്റൊന്നുകൊണ്ടും ഞങ്ങൾക്ക് കിട്ടില്ല. ആ സംതൃപ്തിക്ക് എത്ര വിലയാണ് നമ്മൾ നിശ്ചയിക്കുക, എത്ര മൂല്യമാണ് നമ്മൾ നിർണ്ണയിക്കുക എന്നതുപോലെയാണ് രാഷ്ട്രീയ പ്രവർത്തനം, പൊതുപ്രവർത്തനം. നമ്മളുടെ അടുത്ത് വരുന്ന ആളുകൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുക, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക, അതിന് പരിഹാരമുണ്ടാവുക, അവർ പിന്നീട് എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ അത് ശരിയായി എന്ന് നമ്മളോട് പറയുക. ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന സംതൃപ്തി, മാനസിക സുഖം എത്രമാത്രമാണ് എന്ന് നമുക്ക് വേറൊരാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയില്ല. സത്യസന്ധമാണെങ്കിൽ, ആത്മാർത്ഥമാണെങ്കിൽ. അതല്ല, ഒരു കാര്യം ചെയ്തു കൊടുത്തിട്ട് അപ്പം തന്നെ അയാളുടെ അടുത്ത് നിന്ന് പ്രതിഫലം വാങ്ങുന്ന ഒരു ശീലക്കാരനാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമേ അല്ല. കാരണം നമ്മളൊരു കാര്യം ചെയ്തു കൊടുക്കുന്നു, അതിന്റെ പ്രതിഫലം അപ്പം തന്നെ പറ്റുന്നു. പ്രതിഫലം പറ്റാതെ, പ്രതിഫലേച്ഛ കൂടാതെ ഒരാൾക്ക്, ഒരു സ്ഥാപനത്തിന്, ഒരു പ്രസ്ഥാനത്തിന്, ഒരു സമൂഹത്തിന് ഒരു കാര്യം നമ്മൾ ചെയ്തു കൊടുത്ത് അതിൻ്റെ ആനുകൂല്യം അല്ലെങ്കിൽ അതിൻ്റെ നേട്ടം അവരനുഭവിക്കുന്നു എന്ന് കാണുമ്പോൾ ഒരു പൊതുപ്രവർത്തകന്റെ മനസ്സിൽ, ആത്മാർത്ഥതയുള്ളൊരു പൊതുപ്രവർത്തകന്റെ മനസ്സിലുണ്ടാകുന്ന സന്തോഷത്തിന്, ആഹ്ലാദത്തിന്, മനസ്സുഖത്തിന് അതിരുകളില്ല.